എൻ്റെ മൺവീണയിൽ കോടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു. പാടാൻ മറന്നൊരു പാട്ടിലെ തേൻകണം പാറിപ്പറന്നു വന്നു. പൊൻതൂവലെല്ലാം ഒതുക്കി ഒരു നൊമ്പരം നെഞ്ചിൽ പിടഞ്ഞു. സ്നേഹം തഴുകി തഴുകി വിടർത്തിയ മൗനത്തിൻ പൂക്കളുലഞ്ഞു. എൻ്റെ മൺവീണയിൽ കുടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു. പാടാൻ മറന്നൊര പാട്ടിലെ തേൻകണം പാറിപ്പറന്നു വന്നു. ദ മാജിക് ഓഫ് മ്യൂസിക് എന്ന എൻ്റെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഈ സ്നേഹവും ദുഃഖവും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്നറിയോ? ഈ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ ഒരാളോട് ഷെയർ ചെയ്യും തോറും ആ സ്നേഹം നമുക്ക് ഇരട്ടിയാവും, അല്ലേ? അതേസമയം ദുഃഖമാണെങ്കിലോ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ആ ദുഃഖം നമുക്ക് കുറയും, അല്ലേ? നിങ്ങൾ അത് ആലോചിച്ചിട്ടുണ്ട്? നമ്മൾക്ക് സ്നേഹവും ദുഃഖവും ഒക്കെ ഷെയർ ചെയ്യാൻ ഒരാളുണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ ഏത് വിഷമങ്ങളും ഏത് സമയത്തും നമുക്ക് ഷെയർ ചെയ്യാൻ ഒരാളുണ്ടാകുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാഗ്യമുള്ളൊരു കാര്യം. ഞാൻ എപ്പോഴും എന്താ പറയുക, ഈ മോട്ടിവേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മോട്ടിവേഷൻസ് വീഡിയോസ് നമ്മളെ എത്രത്തോളം സ്വാധീനിക്കുമെന്നൊന്നും എനിക്ക് പറയാൻ അറിയില്ല. എന്തായാലും ഞാൻ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ മനസ്സിനെ മോട്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന് തന്നെയാണ്. നമ്മൾ എത്ര വീഡിയോസ് കണ്ടാലും എത്രയൊക്കെ എന്തൊക്കെ ആരൊക്കെ പറഞ്ഞു തന്നാലും നമ്മൾ ആ ഒരു നിമിഷത്തേക്ക് നമ്മൾ ചിലപ്പോൾ ഓക്കെ ആവുമായിരിക്കും, പക്ഷെ നമ്മൾ വീണ്ടും ആ പഴയ സ്ഥിതിയിലേക്ക് തന്നെ തിരിച്ചു വരും. ഇന്നിപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഈ പാട്ട്, ഈ ദാസേട്ടൻ്റെ ഈ പാട്ട് പഴയ ഒരു സോങ്ങാണല്ലോ, ഭയങ്കര അർത്ഥവത്തായുള്ള വരികളൊക്കെയുള്ള മനോഹരമായ സംഗീതമുള്ള ഈ പാട്ട് കേട്ടപ്പം എനിക്കത് നിങ്ങളുടെ മുന്നിൽ ഒന്ന് പാടണം തോന്നി. ഈ മൗനം എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമാണല്ലേ. ഒറ്റപ്പെടലെന്ന് പറയുന്നതും ഭയങ്കര സംഭവമാണ്. പ്രത്യേകിച്ചും നമ്മൾ പ്രായം ഏറിയവരിൽ വാർദ്ധക്യം എന്ന് പറയുന്നത് വല്ലാത്തൊരു പേടിപ്പെടുത്തുന്ന സംഭവമാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിപ്പം യങ്ങായിട്ടിരിക്കുമ്പോൾ നമ്മൾ അതേക്കുറിച്ചൊന്നും ചിന്തിക്കില്ല. നമ്മൾ വിചാരിക്കുമോ നമ്മളെപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുമെന്നല്ലേ? ഒരിക്കലുമല്ല. നമ്മളെയും തേടി വരും വാർദ്ധക്യം. ആ വാർദ്ധക്യത്തിലുണ്ടാകുന്ന ഒറ്റപ്പെടൽ അത് വല്ലാത്തൊരു നൊമ്പരമാണ്, ഒറ്റപ്പെട്ട് ജീവിക്കുക എന്നുള്ളത്. അപ്പോഴാണ് ശരിക്കും നമുക്കൊരു താങ്ങും തണലൊക്കെ ഉണ്ടാകണമെന്ന് നമ്മൾക്കൊരാഗ്രഹം ഉണ്ടാവുക, അല്ലേ? അപ്പം നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ സന്തോഷങ്ങളും ഒക്കെ നമുക്കുണ്ടാകുന്ന ചെറിയ ചെറിയ ആശയക്കുഴപ്പങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ഒരാളുണ്ടാകുക എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. ശരിക്കും അതില്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്ക് അതിൻ്റെ ഒരു വേദനയുടെ വ്യാപ്തി എന്താണെന്നറിയുള്ളൂ. ഒറ്റപ്പെടലെന്ന് പറയുന്നത് ഏത് പ്രായത്തിലും നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഏത് സമയവും നമ്മൾ ഒറ്റപ്പെടാം. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം നവ്യാനായിട്ട് ഒരു വീഡിയോ കണ്ടു. നമ്മൾ ഒറ്റപ്പെടണം, നമ്മൾ ഒറ്റയ്ക്കാവണം. അതിൽ നിന്ന് നമുക്ക് എന്താ പറയുക, നമ്മുടെ മനസ്സിനെ കരുത്താക്കി കൊണ്ടുവരണം. ആരുമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. ആ യാഥാർത്ഥ്യത്തിൽ കൂടി മാത്രമേ നമുക്ക് നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്താൻ പറ്റുള്ളൂ. പറയുന്ന പോലെ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഒത്തിരി ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും, ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ആ മനസ്സൊന്ന് ഓക്കെ ആക്കി നമ്മൾ പഴയ രൂപത്തിലേക്ക് നമുക്ക് വരാനായിട്ട് നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വരും. വേദനിപ്പിക്കാനും കുത്താനും ഒക്കെ നിൽക്കുന്ന ആളുകൾ വെറുതെ കുത്തി വേദനിപ്പിച്ചിട്ട് പോകുമ്പോൾ ആ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു മുറിവുണ്ടല്ലോ, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മുറിവ് പെട്ടെന്ന് നമുക്ക് കരിയും. പക്ഷേ മനസ്സിലുണ്ടാകുന്ന മുറിവെന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും അത് ഉണങ്ങില്ല. അതിങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കും നമ്മളെ. പലപ്പോഴും ഒറ്റപ്പെടുന്ന സമയങ്ങളിലാണ് ഈ വേദനകൾ നമ്മളെ ഇങ്ങനെ അലോസരപ്പെടുത്തിയിരിക്കുന്നത്.
അപ്പം നമ്മളെന്താ ചെയ്യുക? നമ്മൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. നമ്മളെല്ലാവരും എത്രയൊക്കെ ചുറ്റുപാടും ആളുകളുണ്ടെങ്കിലും നമ്മളെപ്പോഴും ഒറ്റയ്ക്കാണെന്നുള്ളൊരു സത്യം നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ആ ഒറ്റയ്ക്ക് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് അല്ലെങ്കിൽ ഒറ്റയ്ക്കായി പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു കരുത്ത്, ആ കരുത്ത് അറിയിച്ചൊന്നും നമ്മളെ പിന്നെ ഒരാൾക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല, നമ്മളെ വേദനിപ്പിക്കാൻ പറ്റില്ല. അതിൽ നിന്ന് നമുക്ക് കരകയറിയാൻ പറ്റിയാൽ നമ്മൾ ഒരിക്കലും പിന്നെ ഒരാൾക്കും തളർത്താൻ പറ്റില്ല. ആവശ്യങ്ങൾക്ക് മാത്രം സ്നേഹം പ്രകടിപ്പിച്ച് കൂടുന്ന ആളുകളെ നമുക്കൊരാളെയും തിരിച്ചറിയാൻ പറ്റില്ല, അല്ലേ? ഓരോരോ സംഭവങ്ങൾ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ചുറ്റുപാടും കേട്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ കൂടുതൽ യൂസ് ചെയ്യുന്ന ആളുകളാകുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ കൺമുൻപിൽ നമുക്ക് ലൈവായിട്ട് കാണാനൊക്കെ സാധിക്കും, അല്ലേ? അങ്ങനെ ഞാൻ പല വീഡിയോസും ഇങ്ങനെ കാണാനും ഓരോരുത്തരുടെ വിഷമങ്ങളും കുറേ ഇൻ്റർവ്യൂസും ഒക്കെ കാണാനിടയായി. മിക്ക ഇൻ്റർവ്യൂസിലും പ്രത്യേകിച്ചും ഒരു ഒറ്റപ്പെടലിനെ സംബന്ധമായിട്ടുള്ള കുറേ വീഡിയോസ് ഞാൻ കാണാനിടയായി. നമ്മൾ ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റ് എടുത്ത് ചെയ്യുമ്പോൾ മാക്സിമം അതിനോടൊരു നീതി പുലർത്താൻ ഞാൻ ശ്രമിക്കാറുണ്ട്, മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ. അപ്പം നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിച്ചു. കുറേ ആളുകളോട് സംസാരിക്കാൻ, നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന കുറച്ച് ആളുകളോട് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവരൊക്കെ എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി പറയുന്ന ഒരു കാര്യമാണ്, ഇത് വല്ലാത്തൊരു വേദനയാണ്. ഈ വേദന നമ്മൾ കടന്നു വന്നാലും തീയെ കുരുത്തവന് വെയിലത്ത് പാടില്ല എന്ന് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മൾ മനസ്സിന് അത്രയും കരുത്താർജിക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ നമ്മളെ ഒരാൾക്കും തളർത്താൻ സാധിക്കില്ല. പിന്നെ ധൈര്യമായിട്ട് നമ്മൾ നല്ല ശക്തിയോടുകൂടി തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നമുക്കൊരാളുടെയും മനസ്സ് ഉള്ളിൽ എന്താണ്, ആ ഉള്ളിലെ അവരുടെ ചിന്തകൾ എന്താണെന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. എല്ലാവരെയും ഉള്ളി തൊലിക്കുന്ന പോലെ തൊലിച്ച് നോക്കി നമുക്ക് അവരുടെ മനസ്സും ഒന്നും നമുക്ക് ഹൃദയവിശാലതയൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മളെന്താ ചെയ്യേണ്ടത്? ആദ്യമേ നമ്മൾ ആരെയും വിശ്വസിച്ചാലും ഒരു 50% മാത്രമേ വിശ്വസിക്കാവുള്ളൂ. ഒരു 50% എപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. അതാണ് എപ്പോഴും ഒരാൾക്കുള്ളൊരു സേഫ്റ്റി പോയിൻ്റ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ മനസ്സിനെ നമുക്ക് ഏത് സമയവും നിയന്ത്രിക്കാനുള്ളൊരു കടിഞ്ഞാണ് നമ്മുടെ കയ്യിലുണ്ടാവണം. അത് മക്കളെയാണെങ്കിലും ശരി, അത് ഏത് റിലേഷനാണെങ്കിലും ശരി, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിന്നാൽ ഈ മക്കളാണേലും നമ്മൾ കുറേ കഴിയുമ്പോൾ എത്ര ആളുകളെയാണ് അമ്പലനടകളിലൊക്കെ ഉപേക്ഷിച്ച് എത്ര സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. ഓരോ അമ്മമാർ അവർ നൊന്ത് പ്രസവിച്ച് വേദനകൾ തിന്ന് കഷ്ടപ്പെട്ട് വളർത്തിയ അച്ഛനും അമ്മയും അമ്പലനടയിലോ അവിടെ ഇവിടെയൊക്കെ ഉപേക്ഷിച്ച് പോകുന്ന മക്കൾ, അനാഥ മന്ദിരങ്ങളിലൊക്കെ ഉപേക്ഷിച്ച് പോകുന്ന മക്കളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അവരും മനുഷ്യരൊക്കെ തന്നെയല്ലേ, അല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അതിനൊന്നും ഒരു ആൻസർ തരാനില്ല. ഈ മനുഷ്യൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ അത്ര ഒരു നിഗൂഢത പിടിച്ച സാധനമാണ്. ഒരാൾക്കും ഇപ്പം ഇപ്പം നമ്മളുടെ കൂടെയുള്ളവർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത്രയും എനിക്ക് അവരെ നന്നായിട്ട് അറിയാം എന്ന് പറയുന്ന അത്രത്തോളം ഒരു മൂഢത്തരം വേറെയില്ല. ഒരാൾക്കും ഒരാളെയും കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. എൻ്റെ മനസ്സ് എൻ്റെ മനസ്സാണ്, അല്ലേ? ആ മനസ്സിനുള്ളിലുള്ള വിഷമങ്ങളും അല്ലെങ്കിൽ സന്തോഷങ്ങളും അതിൻ്റെ ആ ഒരു ചിന്തകളും ഒക്കെ എന്നെപ്പോലെ വേറൊരാൾക്ക് അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ എനിക്ക് അവരെ നന്നായിട്ടറിയാം എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ. ആ ഒരു വിശ്വാസം വളരെ മൂഢത്തരാണെന്ന് ഞാൻ പറയും. ഞാൻ ഇവരോടൊക്കെ പറഞ്ഞു കൊടുത്ത കാര്യമാണ്, ഈ അമ്മമാരാണേലും ആരോടാണേലും. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാണ്. അതിൽ കൂടെ കടന്നു പോകുന്ന അവരുടെ മനസ്സെന്ന് പറയുന്നത് നമുക്ക് പ്രവചിക്കുന്നതിനപ്പുറമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഉപദേശിക്കാം, എല്ലാവർക്കും ഉപദേശിക്കാം. എന്തിനു വിഷമിക്കുന്നു? ധൈര്യത്തോടെ മുന്നോട്ട് പോവുക എന്നൊക്കെ കീപ്പ് ഗോയിങ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നല്ല രീതിയിൽ ഉപദേശിക്കാനൊക്കെ പറ്റും. പക്ഷേ ഒരു കാര്യമില്ല, അതുകൊണ്ടൊന്നും നമുക്ക് ഒരു കാര്യമില്ല. അവരുടെ ആ ഒരു മനസ്സ് നിയന്ത്രിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ മനസ്സൊരു നിയന്ത്രണ വിധേയമാക്കി നല്ല രീതിയിൽ കൊണ്ടുവരണമെങ്കിൽ അവർക്ക് കുറേ സമയം നമ്മൾ കൊടുക്കേണ്ടി വരും, അല്ലേ? പിന്നെ അവർ അത്രയും വേദനകളും പ്രശ്നങ്ങളും അനുഭവിച്ച് ജീവിച്ചിട്ട് പെട്ടെന്ന്
ഒരാളെ അവർക്ക് വിശ്വാസത്തിലെടുക്കാനോ അല്ലെങ്കിൽ ഒരാളുടെ വാക്കുകൾ വിശ്വസിക്കാനോ ഒന്നും പറ്റില്ല. ആരെ വിശ്വസിക്കണം, എന്ത് വിശ്വസിക്കണം, എങ്ങനെ വിശ്വസിക്കണം, എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു അങ്കലാപ്പ് അവരുടെ ഉള്ളിലുണ്ടാവും. അങ്ങനെയുള്ളവരെ ഹാൻഡിൽ ചെയ്യുമ്പം നമ്മൾ വളരെ സ്മൂത്തായിട്ട് അവരുടെ കൂടെ നിന്ന് ചിന്തിച്ചിട്ട് വേണം അവരോട് സംസാരിക്കാനും അവരുടെ മനസ്സ് മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കാനും. ഇതിപ്പോൾ കുറേ ഞാനിങ്ങനെ വലിയ ഇതായിട്ട് പറഞ്ഞതല്ല കേട്ടോ. എനിക്ക് ഓരോരോ കാര്യങ്ങൾ നമ്മൾ ഓരോ ദിവസം ഓരോ വീഡിയോസ് ചെയ്യുമ്പം, നമ്മൾ ഓരോ സബ്ജക്റ്റ് എടുക്കുമ്പം ആ സബ്ജക്റ്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പഠിക്കാനായിട്ടൊന്ന് ശ്രമിക്കും. നേരത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും കലവിലാന്നിങ്ങനെ പറയും. അതിനുള്ള കമൻസും വന്നിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, എന്തെന്നാണ് നിങ്ങൾ ഈ പറഞ്ഞു കൂട്ടുന്നത്. പക്ഷെ അങ്ങനെയല്ല. ചില സബ്ജക്റ്റുകൾ നമ്മൾ വല്ലാത്ത ഈ എന്താ പറയുക, ഈ വേദന, ഒറ്റപ്പെടൽ ആന്നൊക്കെ പറഞ്ഞ സംഭവം എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു, നമ്മൾ ചുറ്റുപാടും ആരൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ആരും ഇല്ലാതെ ജീവിക്കേണ്ടി വരുന്ന ചില അവസ്ഥകൾ ഉണ്ടാവില്ലേ, അതെല്ലാ മനുഷ്യരിലുണ്ട്. അപ്പോൾ അതേക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കി അവരോടൊക്കെ ഒന്ന് സംസാരിച്ച്, ശരിക്കും പറഞ്ഞാൽ ആരുമില്ലാത്ത അമ്മമാരും അച്ഛന്മാരുടെയൊക്കെ അവരുടെയൊക്കെ അടുത്ത് പോകുമ്പം അവരുടെ വേദനകൾ കാണുമ്പം നമ്മുടെ വിഷമങ്ങളൊന്നും അല്ലാന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. അതുപോലെ അനാഥരായ കുഞ്ഞു മക്കൾ അച്ഛനും അമ്മയാലും ഉപേക്ഷിക്കപ്പെട്ട് ചിലപ്പോൾ ഒരു നിമിഷത്തെ അവരുടെ തെറ്റായ പ്രവൃത്തി കൊണ്ട് അനാഥരാക്കപ്പെട്ട ഒത്തിരി കുഞ്ഞുങ്ങളുണ്ടല്ലേ. ആ കുഞ്ഞുങ്ങളെയൊക്കെ ഒരു നിമിഷം അവരുടെയൊക്കെ ഒരു ജീവിതം ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ തെരുവിൽ ഒരു പ്രതീക്ഷകളും ഇല്ലാതെ നാളെ എന്താകുമെന്ന് പ്രതീക്ഷിക്കാതെ ജീവിക്കുന്നത്, അങ്ങനെയുള്ളവർ ഒരു കണക്കെ പറഞ്ഞാൽ ഞാനൊരു കാര്യം പറ്റും, നമുക്കൊരു പ്രതീക്ഷ വയ്ക്കാതിരിക്കാൻ. ഈ പ്രതീക്ഷ എന്ന് പറയുന്നതാണ് നമുക്ക് വേദന തരുന്നത്. ഒരു കാര്യത്തിലും പ്രതീക്ഷ വയ്ക്കും, നാളെ എനിക്ക് അങ്ങനെ ആവാൻ പറ്റും, നാളെ ഇങ്ങനെ ആവാൻ പറ്റും. അങ്ങനെയല്ല, നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികൾ കറക്റ്റായിട്ട് ചെയ്ത് പോവാം. നാളെ ആകാൻ പറ്റിയ ആവട്ടെ, സന്തോഷം. ആയില്ലെങ്കിലും സന്തോഷം, കുഴപ്പമില്ല. അങ്ങനെയാണ് നമുക്ക് നാളെ ഇന്നല്ലെങ്കിൽ നാളെ, അല്ല എൻ്റെ മറ്റന്നാൾ നമുക്ക് നേടാൻ പറ്റുമായിരിക്കും. അങ്ങനെ നമ്മൾ ആ ഒരു വിശ്വാസം നല്ലതാണ്. പക്ഷേ എനിക്ക് വിശ്വാസം കൂടി, അതായത് അങ്ങനെ സാധിക്കണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല, അതുപോലെ നമുക്ക് കിട്ടണം എന്ന് വാശി പിടിക്കാൻ പറ്റില്ല ഒരു കാര്യവും. അപ്പോൾ അത് നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചാൽ കുറച്ചൊക്കെ നമ്മുടെ മനസ്സ് നല്ല രീതിയിലാകാൻ സാധിക്കും. പിന്നെ എപ്പോഴും ഒന്നും ഒരാൾക്കും ദുഃഖം അല്ലെങ്കിൽ വേദനകളും വിഷമങ്ങളൊന്നും ഒരിക്കലും കൊടുക്കില്ല ദൈവം. എന്നെങ്കിലുമൊക്കെ ഒരു സന്തോഷത്തിൻ്റെ ഒരു ചെറിയ വെളിച്ചം നമ്മളെ തേടി വരും. ഈ സന്തോഷം എന്ന് പറയുന്നുണ്ടല്ലോ, നേരിയൊരു വെളിച്ചം പോലെയാണ്. അത് നമുക്കൊരു ആശ്വാസം തരും. ചില സമയങ്ങളിൽ നമുക്ക് ചെറിയൊരു ആശ്വാസം തരാൻ വേണ്ടി ദൈവം ഒരു നേരിയ വെളിച്ചം നമ്മളിലേക്ക് അയക്കും. ആ വെളിച്ചം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയും, രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് അതിനെ കൂടുതൽ നല്ല മനോഹരമായിട്ടൊരു പ്രകാശമാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ആ ദുഃഖം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ആ പ്രകാശത്തിൽ മങ്ങി ഇല്ലാണ്ടാവും. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുക. ആ ചിന്തയാണ് നമ്മുടെ ജീവിതം മനോഹരമാക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും ജീവിതം മനോഹരമായി സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിലും പ്രകാശമാനമാകട്ടെ. എല്ലാവർക്കും ഒത്തിരി നന്മകളുണ്ടാകട്ടെ. അപ്പം എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും, അമ്മമാർക്കും, അച്ഛന്മാർക്കും എല്ലാവർക്കും ശുഭദിനം.